എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. ആഗ്രഹങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലെത്തും എന്നതിനെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ള ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നമുക്ക് ഓരോ ഫയലിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് ഏതാണ്ട് 40%. നിങ്ങൾ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതിന് പ്രചോദനമാകുകയുള്ളൂ ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോ റീഡിങ്ങിലേക്ക് പോകാം. ആദ്യമായിട്ട് വളഞ്ഞ വാള് 2 നൽകിയിട്ടുണ്ട്. അത് ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. വക്രതയുള്ള ഒരു വാളാണ് അത്. രണ്ടാമത്തത് ശംഖാണ്. നിങ്ങൾ ഇഷ്ടവ്യക്തിയൊക്കെ മനസ്സിലോ ആലോചിച്ചുകൊണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നമുക്ക് ഒന്നാമത്തെ വക്രവാൾ, ആ 2 വക്രവാളുകൾ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഈ വക്രവാള് സൂചിപ്പിക്കുന്നത് വിമർശനങ്ങളെ തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്, അതിവിടെ ദൃശ്യമാണ്. ഈ വക്രതയുള്ള വാള് കാണുമ്പോൾ അറിയാം. മുന്നോട്ട് ധൈര്യപൂർവ്വം പോകാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളെ പിന്തള്ളാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, വിമർശിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഏറ്റവും ശക്തമായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ വിമർശനങ്ങളെ തള്ളി മുന്നോട്ട് പോകണം. നിങ്ങൾക്കുള്ള വലിയൊരു ദൃഷ്ടാന്തമാണ് ഇവിടെ ഈ വാളെന്ന് പറയുന്നത്. നിങ്ങൾക്കിതൊരു ഫയൽ മാത്രമായിട്ട് തോന്നും, പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി പറയുന്ന ഒരു ഫയൽ കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരണമെങ്കിൽ നിങ്ങൾ വിമർശനങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട്. അതിനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട്, അതിവിടെ പറയുകയാണ്. പക്ഷേ നിങ്ങൾ ആ വിമർശനങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട. വിമർശനങ്ങൾ കണ്ട് നിങ്ങൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയില്ല. നിങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ കൃത്യമായ നടപടികൾ സ്വീകരിക്കുക. പിന്നൊന്നും നോക്കണ്ട. വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത്, നീ തകരുമെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്ന ആളുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയം ഉണ്ടാവും, ഞാൻ തകരുമോ. തെറ്റായ ഉപദേശം നിങ്ങൾക്ക് നൽകുന്നവരുണ്ട്. അതൊന്നും നോക്കണ്ട. നിങ്ങൾ തകരില്ല. നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പോരാട്ടത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് ശക്തിയുണ്ട്, ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട്. അതിനെല്ലാം നിങ്ങൾ സതുദ്ദേശത്തോടെ കാണുക, മുന്നോട്ട് പോവുക. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഉള്ള കരുത്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അതുപോലെ ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം വരിക്കാൻ കഴിയുള്ളൂ. നിങ്ങളെ തടയാനും നിങ്ങളെ തകർക്കാനും ഒരുപാട് ശക്തികളുണ്ടാവും. അവരെയൊക്കെ കൂസലില്ലാതെ അവരോട് നിങ്ങൾ എങ്ങനെയാണ് പടവെട്ടേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പോരടിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഓരോ ഘട്ടത്തിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്ത് മുന്നോട്ട് പോവുക. അതുതന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടതും, അതുതന്നെയായിരിക്കും നിങ്ങൾക്ക് ശക്തി വരുന്നത്. രണ്ടാമത്തെ ശംഖ് ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ശംഖ് ആത്മീയ വിളിയുടെ ഒരു പ്രതീകമാണ്, ദൈവത്തിൻ്റെ അനുമതിയാണ്, മികച്ച സങ്കേതം. ഈ ശംഖ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ശംഖ് കാണുമ്പോൾ, ഇപ്പോൾ ഹൈന്ദവ വിശ്വാസമായിട്ട് ശംഖിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്, നമുക്കറിയാം. അതൊരു മികച്ച സങ്കേതമാണെന്ന് പറയുന്നത്. സുരക്ഷിതത്വം നമുക്ക് പ്രദാനം ചെയ്യും ശംഖ് എന്ന ഫയൽ. കാരണം നിങ്ങൾ നോക്കിയേ, ഒരു ശത്രുവിന് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് വരാൻ കഴിയില്ല. കാരണം അതിൻ്റെ വഴികൾ വളഞ്ഞും പുളഞ്ഞൊക്കെയാണ് വച്ചേക്കുന്നത്. അത് ദൈവം ഒരു ജീവിക്ക് വേണ്ടി സുരക്ഷിതമായൊരു സങ്കേതം ഒരുക്കിയതാണ്. സങ്കേതങ്ങളിൽ ഏറ്റവും സുരക്ഷിതവുമാണത്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾ സുരക്ഷിതമായിരിക്കും എപ്പോഴും. കാരണം അതിൻ്റെ രൂപം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ അനുമതിയാണ്. ശംഖ് വിളിച്ചെന്നൊക്കെ നമ്മൾ പറയില്ലേ, ശംഖനാദം. അതായത് ദൈവത്തിൻ്റെ അറിയിപ്പ്, അനുമതിയായിട്ട് അതിനെ കണക്കൂട്ടും. ആത്മീയതയുടെ ഒരു വിളിയാണത്.
ശംഖനാദം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വാസപരമായിട്ട് പറയാറുണ്ട്. ആത്മീയതയുടെ ഒരു വിളിയായിട്ടത് മാറുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത് ഒരു ദൈവികതയുള്ളതാണെന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം കേട്ടിരിക്കുന്നു. ഇനി അത് നടന്നാൽ മതി. നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിളികളെ ഈശ്വരൻ കേട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈശ്വരൻ ഒരു കാര്യം തരാമെന്ന് വിചാരിച്ചാൽ മറ്റാർക്കും അത് തടയാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ ധൈര്യം. ആഗ്രഹങ്ങൾ ഉടൻ നിങ്ങളെ തേടിയെത്തും. നേരത്തെ ഉണ്ടായ തടസ്സങ്ങൾ മാറ്റപ്പെടും. നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല ഈശ്വരൻ. മുമ്പ് തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായി. പക്ഷെ ഇപ്പോൾ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ, ജീവിതത്തിലെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ള കൃത്യമായ വിശ്വാസം, കൃത്യമായ ഉറപ്പിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. നിങ്ങൾ ആരുടെ അടുത്താണോ ആഗ്രഹങ്ങൾ പറഞ്ഞത്, എവിടെയാണോ പറയേണ്ടത് അവിടെ പറഞ്ഞിരിക്കുന്നു. അതിന് വിജയം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.